സമയമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം. പ്രിയ ജെയിംസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു എഴുത്തുകാരനാണ്. ബൈബിൾ സാഹിത്യ ദർശനം എന്ന് പറയുന്ന ഒരു നല്ലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നല്ലൊരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയ ജെയിംസിനോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരംഭമായ ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള പ്രതീക്ഷയോടും ആഗ്രഹത്തോടും നമ്മുടെ ആയിരിക്കാം. കരങ്ങളെ അടിച്ച് പ്രിയ ജെയിംസിനെ ഒന്ന് വെൽക്കം ചെയ്യും. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നമ്മുടെ കരങ്ങളെ കുറിച്ച് ശക്തിയുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. How many of you are feeling the presence of God this morning? How many of you really enjoying the presence of God? Hallelujah. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ പരിപൂർണത. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രഭാതനായി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. എന്നെക്കുറിച്ച് ബിനോജ് പാസ്റ്റർ ആൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായി വർക്ക് ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ റെസ്പിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. എൻ്റെ വൈഫ് ക്രിൻസി, ഷീസ് വർക്കിംഗ് ആസ് എ നേഴ്സ് ആൻഡ് ഷീസ് ആൾസോ ലുക്കിംഗ് ഫോർ ഹെർ nurses practitioner. She is doing the masters, and one daughter Aksa, she is in the 7th grade. She is going to the 8th grade next year. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇറ്റ്സ് എ ലോങ് അവൈറ്റിംഗ് ടൈം ഇൻ അവർ ലൈഫ് to come here, spending some time with the Lindsay and the Binoji pastor. It's been almost 20 years. We left New Delhi, came to the Florida, United States. Ever since we came to this country, and ever since Lindsay and the Binoji pastor in Canada, it was our wish to come here and having some fellowship with them. And it was God's time, and He gave us this opportunity to come here and spending some time and fellowship with this family. I'm glad and praise God for this wonderful time. ഇവിടെയുള്ള പല ദൈവമക്കളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുവാനും നിങ്ങളോടൊപ്പമൊക്കെ ട്രാവൽ ചെയ്യുവാനും വർത്തമാനം പറയുവാനും ഒക്കെ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ലിൻസിയോടും ബിനോജ് പാസ്റ്ററോടൊപ്പം ഈ ബാൻഫ് ആ ഏരിയയിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വളരെ മനോഹരമായൊരു ലാൻഡാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എത്ര മനോഹരം, എത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ ഭൂമി ഇത്ര മനോഹരമാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗ്ഗം എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. ആ സ്വർഗത്തിൻ്റെ ആ കാഴ്ച ആത്മീയ കണ്ണുകളെ കാണുന്ന ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. I know we have a very limited time. I would like to turn your attention to the Bible this morning. For our today's meditation, I would like to read a passage from Ephesians chapter 6, verse 10 to 18. If you have this verse, you can read either in Malayalam or English. Is it 10 to 18? Therefore take up the whole armor of God, that you may be able to withstand in the evil day, and having done all to stand, stand therefore, having girded your waist with truth, having put on the breastplate of righteousness, and having shod your feet with the preparation of the gospel of peace. Above all, taking the shield of faith, with which you will be able to quench all the fiery darts of the wicked one. Take the helmet of salvation and the sword of the Spirit, which is the word of God. Praying always with all prayer and supplication in the Spirit, being watchful to the end with all prayer and grace, and supplication for all the saints. Thank you, brother. Apostle Paul
writing these verses to Ephesians, he is reminding us a very important role for a Christian. Nowadays we are hearing about so many wars happening around in the world. We know that the Russia and Ukraine, they still have a war going on. We recently heard about Israel having fight with Iran, Israel having fight with the Hamas. We think that we are safe here, right? But how many of you think that we are also in a warfare? As a Christian, we are not in a playground, rather we are in a battlefield. Many of the Christians nowadays lives like they are in a playground. But the word specifically mentioned this morning, brother and sister, those who hear me today, we are not on a playground, rather we are on a battleground. Hallelujah. Who we are? We are the soldiers that fighting in the battlefield for our Lord Jesus Christ. Praise God. പല ക്രിസ്ത്യാനികളും പല പെന്തക്കോസുകാരും ഇന്നത്തെ അവരുടെ ജീവിതം കണ്ട് അവരൊരു കളിക്കളത്തിൽ നിൽക്കുന്നത് പോലെ നമ്മളൊരു പോർക്കളത്തിലാണെന്നുള്ളത് ഒരു ഓർമ്മ, ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു പോർക്കളത്തിൽ നിൽക്കുന്ന പോരാളിയാണ്. ഒരു കളിക്കളത്തിൽ നിൽക്കുന്ന കളിക്കാരനല്ല നമ്മൾ ദൈവ പൈതലേ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ഇന്ന് പകൽക്കാലം ഈ ആരാധനാ ഹാളിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. The enemy is trying to destroy you every moment, but you are gifted with the armor of God that the enemy cannot defeat. Praise God. I know I'm raising my voice. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ 7 വിധത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. There are 7 armors Apostle Paul mentioned in this passage. Do you know what are the weapons? Let's look into that. The first one we see, the belt of truth. Second one, the breastplate of righteousness. The sandals with the gospel of peace. Shield of faith. Helmet of salvation. And the sword of the Spirit, which is the word of God. And finally, prayer. So there are 7 weapons Apostle Paul mentioned in this passage. I'm going to categorize these 7 weapons in 2 categories. The first 5, the weapons of defense. The last 2, the weapons for offense. ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. There are 2 things seamlessly blend together in order for any country to win a war. ഒന്ന്, അവരുടെ ഡിഫൻസ് സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കണം. ശത്രു നമ്മുടെ രാജ്യത്തിനെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിനെ തടയുവാനുള്ള ഡിഫൻസ് സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. സെക്കൻഡ് തിങ്, ഡിഫൻസ് കൊണ്ട് മാത്രം നടക്കുകയല്ല. ഈ രാജ്യത്തേക്ക് കയറി ആക്രമിച്ച് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വിജയം വരിക്കുവാൻ ഒഫൻസ് സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവണം. എങ്കിൽ മാത്രമേ ഒരു യുദ്ധം ജയിക്കുവാൻ ഒരു രാജ്യത്തിന് കഴിയുകയുള്ളൂ. As I mentioned earlier, we are standing in the battlefield as a soldier of Christ. When you stand in that battlefield, you have to have the right weapons. You have to be equipped with the right weapons to defeat our enemies. Hallelujah.
ഓരോ വെപ്പൺസിനും ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകാനൊന്നും സമയമില്ല. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് കം ബാക്ക് ആൻഡ് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ദ ഫസ്റ്റ് വെപ്പൺ ദാറ്റ് വി സീ ഇൻ ദിസ് പാസേജ്, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. പലപ്പോഴും ശത്രു നമുക്കെതിരെ അസത്യത്തിൻ്റെ, കളവുകളുടെ, അപവാദത്തിൻ്റെ ആയുധം നമുക്കെതിരെ പ്രയോഗിക്കുമ്പോൾ നാം എങ്ങനെ അതിനെ നേരിടുന്നത്? തിരിച്ച് അപവാദം പറഞ്ഞുകൊണ്ടാണോ? തിരിച്ച് കള്ളം പറഞ്ഞുകൊണ്ടാണോ? അല്ല, സത്യത്താൽ നാം അതിനെ ജയിക്കും. Hallelujah. Praise the Lord. How many of you have that armor upon you? The belt of truth. സത്യം കൊണ്ട് നാം അതിനെ ജയിക്കും. ശത്രു പലപ്പോഴും അപവാദിയ. ശത്രുവിനെ കുറിച്ച്, സാത്താനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന അവൻ അപവാദിയ. അവൻ എപ്പോഴും ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൻ്റെ അപ്പനുമാണ്. അങ്ങനെയുള്ള ശത്രുവിനെ നമ്മൾ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? സത്യം കൊണ്ട്. The belt of truth. Praise God. He is equipped you with the belt of truth that going to help you defeat the Satan. Hallelujah. How many of you are with me today? Praise God. The belt of truth. The belt of truth. Second one, the breastplate of righteousness. രക്ഷയുടെ ശിരസ്ത്രം. The breastplate of righteousness. പലപ്പോഴും ശത്രു നമുക്കെതിരെ തിന്മ ചെയ്യുമ്പോൾ, നമുക്കെതിരെ ദോഷമായത് നിരൂപിക്കുമ്പോൾ നാം എങ്ങനെ അതിന് ജയിക്കുന്നേ? ബൈബിൾ പറയുന്നത് എന്തുവാ? നന്മയാൽ തിന്മയെ ജയിക്കും. ഒരു ഭക്തൻ നന്മയാൽ തിന്മയെ ജയിക്കും. അവൻ്റെ ആയുധം എന്തുവാ? നന്മയാണ്. The breastplate of righteousness is our weapon to protect us from the enemy's weapons. നന്മയാൽ തിന്മയെ ജയിക്കും നാം. Praise the Lord. ഇന്ന് പകൽക്കാലം എത്ര പേര് ആ ഒരു പ്രൊട്ടക്റ്റീവ് വെപ്പൺ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിൽ വഹിക്കുന്നുണ്ട്? നന്മയാൽ നമുക്ക് തിന്മയെ ജയിക്കാം. വേഗം പോകാം. Sandals with the gospel of peace. Sandals with the gospel of peace. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും. മൂന്നാമത്തെ ആയുധത്തെക്കുറിച്ച് പറയുക അപ്പോസ്തലനായ പൗലോസ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താ? കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 10 പേരെ നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഹല്ലേലൂയ. അവന് വേണ്ടി 10 പേരെ നേടാൻ വേണ്ടിയിട്ടാണ്. What is our purpose in this world? To gain some souls. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം കേട്ടോ. നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നമ്മുടെ കാലിന് ചെരുപ്പാക്കിയും. അടുത്തെന്താ പറയുന്നത്? ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം. ഈ നമ്മൾ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ when you read the Bible, you know the first thing that, the first weapon Satan used against the man, what was that? Look at the Eden garden, the Garden of Eden. Satan comes as a serpent and asking Adam and Eve, does God really told you don't to eat this fruit? സംശയം, ഡൗട്ട്. സാത്താൻ കൊണ്ടുവരുന്ന ഒരു വലിയ ആയുധമാണ് നമുക്കെതിരെ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പിശാചിൻ്റെ. ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയം അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? ആദമിൻ്റെ ഹൗവയുടെയും ജീവിതത്തിലൊരു സംശയം ജനറേറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? ദൈവസന്നിധിയിൽ നിന്ന് അവർ അകന്നുപോയി. സോ ഹൗ when Satan tried to defeat us with a weapon of doubt, how are we going to win? Faith. Faith. Hallelujah. That is what it says. Shield of faith is a defense weapon that God has given in our life.
പ്രാക്ടീസ് ഇറ്റ്, യൂസ് ഇറ്റ്. വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് ശത്രുവിനെതിരെ നാം പോരാടണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഹല്ലേലൂയ. വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ശത്രുവിനെതിരെ പോരാടുവാൻ കഴിയും? ഹല്ലേലൂയ. ശത്രു എന്തൊക്കെ സംശയങ്ങൾ, എന്തൊക്കെ ദുർചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്രയിപ്പാൻ ഒരായുധം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം. ഹല്ലേലൂയ. Unchanging faith in Jesus Christ is going to protect you and your family. Hallelujah. Whatever the life obstacles comes against you, you have a faith. If you have a faith in Jesus, is hallelujah. അവൻ്റെ ആ ദൈവസന്നിധിയിലുള്ള ആശ്രയവും അവൻ ദൈവസന്നിധിയിലുള്ള വിശ്വാസവും ഇന്ന് പകൽക്കാലം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ അതിന് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുക. The shield of faith. And we see the helmet of salvation. The helmet of salvation. ഈ ലോകത്തിൽ എന്ത് നേടിയാലും രക്ഷ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം ഫലശൂന്യമായി തീരും. ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലേലും നീ രക്ഷ പ്രാപിച്ചോ, നീ രക്ഷിക്കപ്പെട്ടോ, നിത്യത നിനക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. Helmet of salvation. Salvation is playing a big role in our life. We cannot ignore it. Hallelujah. The helmet of salvation. പലപ്പോഴും ശത്രു പറയും, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, നീ തകർന്നു പോയി, നിനക്കൊരിക്കലും ഒരു മടങ്ങി വരവില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാ. ഹല്ലേലൂയ. എൻ്റെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാ. My salvation, hallelujah. No one can take the salvation that I have in Christ Jesus. Hallelujah. എൻ്റെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാ. എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. എൻ്റെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമാ. പിശാചേ, നീ എന്തൊക്കെ എനിക്കെതിരെ പറഞ്ഞുകൊണ്ട് നടന്നു, എൻ്റെ രക്ഷ എൻ്റെ ക്രിസ്തുവിൽ ഭദ്രമാ. ഹല്ലേലൂയ. The helmet of salvation. So those are the 5 defense weapons that God has given to us. 5 defense weapons. The next 2 weapons are offensive weapons. പ്രതിരോധവും ആക്രമണവും. ആദ്യത്തെ 5 ആയുധങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് എല്ലാം പ്രതിരോധത്തിനുള്ള ആയുധങ്ങളായിരുന്നു. ശത്രു ഒരു അമ്പ് നമുക്കെതിരെ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും, അതിനുള്ള ആയുധങ്ങളായിരുന്നു ആദ്യത്തെ 5 ആയുധങ്ങൾ നമ്മൾ ചിന്തിച്ചത്, അല്ലേ? എന്നാൽ അടുത്ത 2 ആയുധങ്ങൾ ഇറ്റ്സ് ആക്രമണം അല്ലെങ്കിൽ ഒഫൻസീവ് വെപ്പൺസ്. ഓക്കെ, അതേതൊക്കെയാണെന്ന് നോക്കിയേ. ദ സ്വോർഡ് ഓഫ് സ്പിരിറ്റ് വിച്ച് ഇസ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം. ശത്രുവിൻ്റെ പാളയത്തിനകത്ത് കടന്നു ചെന്ന് അവനെ വെട്ടിനുറുക്കി തകർത്ത് കളയുവാൻ ശക്തിയുള്ളതാ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അത് നമ്മുടെ വായിൽ തന്നിരിക്കുക, അത് നമ്മുടെ അധരങ്ങളിൽ തന്നിരിക്കുക. ഹല്ലേലൂയ. The word is in your mouth can destroy Satan's fort. Hallelujah. How many of you are believing that? The word of God, I can destroy the Satan's fort with the word of God that you have given in my mouth, given in my inner heart. Hallelujah. Praise God. ദൈവത്തിൻ്റെ വചനത്തിന് ശത്രുവിൻ്റെ പാളയങ്ങളെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ നാം കൂടി വരുമ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവവചനത്തിന് പ്രസക്തി കൊടുക്കുന്നത്. അതിന് ശത്രുവിൻ്റെ പാളയത്തിനകത്ത് കയറി അവനെ തകർത്ത് കളയുവാൻ ശക്തിയുള്ളതാ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇരുവായ്ത്തലയുള്ള വാള, 2-sided sword. ഇരുവായ്ത്തലയുള്ള വാളെന്നാണ് ദൈവവചനത്തെക്കുറിച്ച് നാം പറയുന്നത്, അല്ലേ? അപ്പം ദൈവവചനം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് എങ്ങനെയാണ് പിശാചിനെ ജയിച്ചത്? പിശാച് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി ഇന്ന് ചാടാൻ പറഞ്ഞല്ലേ? യെരൂശലേം ദേവാലയത്തിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ചാടാൻ പറഞ്ഞു. അവിടെയൊക്കെ കർത്താവ് എങ്ങനെയായിരുന്നു ഈ പിശാചിനെ ജയിച്ചേ? ഒന്നും പ്രത്യേകിച്ച് ശാസിക്കാനോ വത്സിക്കാനോ തലേ കൈവച്ച് ശാസിക്കാനോ ഒന്നും കർത്താവ് പോയില്ല. ഒറ്റ കാര്യം മാത്രമേ വചനത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വചനം കൊണ്ട് സാത്താനെ യേശു ജയിച്ചു. If Jesus can win Satan with the word of God, how more we can win him with the word of God. Amen. ദൈവ വചനം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിശാച് ചില തന്ത്രങ്ങളുമായിട്ട് നമുക്കെതിരെ വരുമ്പം അവൻ്റെ നേരെ ചെന്നിട്ട് അങ്ങ് പറഞ്ഞേക്കണം, എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ് കേട്ടോ, സാത്താനെ നിനക്കെൻ്റെ മേൽ അവകാശമില്ല, സാത്താനെ നിനക്കെൻ്റെ മേൽ അവകാശമില്ല, എൻ്റെ തലമുറയുടെ മേൽ സാത്താനെ നിനക്ക് അവകാശമില്ല. എൻ്റെ ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ട്, എൻ്റെ ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ട്. അത് തലമുറയായി ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. പിശാചേ, Satan, you have no right in our life. Hallelujah. I have a promise that God has given to me. I am going to win. Hallelujah. I am going to experience the promise happening true in my life. Hallelujah. വചനം കൊണ്ട് അവനെ ജയിച്ചോണം, വചനം കൊണ്ട് അവനെ ജയിച്ചോണം. അടുത്ത ലാസ്റ്റ് വൺ, the seventh weapon, it's prayer. Offensive weapon, prayer. ഈ ആയുധങ്ങളെല്ലാം അവിടെ പറയുമ്പം അപ്പോസ്തലനായ പൗലോസ് അത് മറ്റൊന്നിനോട് താരതമ്യം ചെയ്താണ് പറയുന്നത്. അത് നോക്കിയേ, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനമാകുന്ന വാള്, ആ എല്ലാ ഭാഗങ്ങളും 6, ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ 6 വെപ്പൺസും അവിടെ പറയുന്നത് ഒന്നിനോട് താരതമ്യം ചെയ്താ. ഓക്കെ, നമ്മൾ വായിച്ചെന്തായിരുന്നു? ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. അപ്പോസ്റ്റൽ പോൾ ഈസ് കമ്പയറിങ് the truth with the belt. Apostle Paul is comparing the righteousness as a breastplate. അപ്പോൾ അങ്ങനെ ഓരോ വെപ്പൺസും നമ്മൾ ഇവിടുത്തെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് ഭാഗത്ത് ഈ പ്രയറിനെ കുറിച്ച് പറയുമ്പം he just say prayer. He is not comparing prayer with anything else, because prayer cannot compare anything else in this world. Prayer cannot compare. It cannot be compared anything in this world. ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തൊരു ആയുധമാ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ, പ്രസംഗിക്കുന്നവനെ പിശാചിന് പേടിയില്ല കേട്ടോ, പ്രസംഗിക്കുന്നവനെ പിശാചിന് പേടിയില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ പിശാച് വിറയ്ക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ജീവിതത്തിൽ ഉള്ള ഒരു ദൈവ പൈതലിനെ നോക്കിക്കൊണ്ട് പിശാച് വിറയ്ക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവന് ഭയമാ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ, അവന് ഭയമാ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ. ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ആയുധത്തിന് ലോകത്തിൽ യാതൊരു ആയുധങ്ങളോടും തുലനം ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് ലഭിച്ചിരിക്കുന്ന ആയുധമുണ്ടല്ലോ, ഈ ലോകത്തിലെ മറ്റേതിനേക്കാളും യാതൊന്നിനോടും തുലനം ചെയ്യുവാൻ കഴിയാത്തൊരു ആയുധമാണ് പ്രാർത്ഥന. Experience, practice it. Hallelujah. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനോട് പിശാചിന് ഭയമാണ്. അവനെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല. പ്രസംഗിക്കുന്ന ഒരുവനത് പിശാചിന് ഭയമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലുകളെ മടക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിശാചിന് അടുക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം നിന്റെ പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, മുഴങ്കാലുകളെ മടക്കിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്ക്. നിന്റെ സകല പ്രശ്നത്തിൻ്റെ മേലും ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം ഒരു ജയം തരും. ഹല്ലേലൂയ. I believe that God is going to give you a victory over your problems when you kneel down before the Lord in prayer. Hallelujah. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന ദൈവ പൈതലിന്റെ മുമ്പിൽ പ്രാർത്ഥന സാധ്യങ്ങളെ സാധ്യമാക്കും. ഹല്ലേലൂയ. 7 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. ആദ്യം നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു, ഡിഫെൻസീവ് വെപ്പൺസ്. 2 ആയുധങ്ങൾ നമ്മൾ ചിന്തിച്ചു, ഒഫൻസീവ് വെപ്പൺസ്. അതിൽ ഏറ്റവും ശക്തമായ ആയുധം പ്രാർത്ഥന. ഹല്ലേലൂയ. ഇതെന്താണ് ഈ സത്യത്തിൽ? ഇതെന്താ ഈ പറയുന്ന ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുന്നു. വാട്ട് ഈസ് ആൾ ദീസ് വെപ്പൺസ് ആക്ച്വലി? ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ക്യാൻ someone read John chapter 14 verse 6? John chapter 14 verse 6.
Jesus said, I am the way, I am the truth, and I am the life. What is belt of truth? What is truth? Jesus is the truth. Jesus is the truth. Hallelujah. Let's look on the next one. Breastplate of righteousness. 1 Corinthians chapter 1 verse 30. 1 Corinthians chapter 1 verse 30. Jesus became what? Righteousness, sanctification, and redemption. What is righteousness? Jesus is our righteousness. What is truth? Jesus is our truth. Look at the next one. Shield of faith. Hebrews chapter 12. The sandals of gospel. 2 Timothy chapter 2 verse 8. 2 Timothy chapter 2 verse 8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അതാകുന്നു. That is what? Gospel. What is gospel? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക, ഓർത്തുകൊള്ളുക. അതാണ് എന്ത്? സുവിശേഷം. That is what the gospel. So, the sandals of gospel. What is that? Jesus. Hallelujah. Next one, shield of faith. Hebrews chapter 12 verse 2. Praise God. What is shield of faith? Who is faith? Who is the author and finisher of faith? Jesus Christ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക. അപ്പം വിശ്വാസത്തിൻ്റെ നായകൻ ആരാ? നമ്മുടെ കർത്താവാ, നമ്മുടെ യേശു കർത്താവാ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക. He is the author and the finisher of our faith. Jesus is the author and the finisher of our faith. That is why no one can break your faith. That is why no one can break your faith. Hallelujah. Because Jesus is the author. Jesus is the finisher of our faith. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുക. ഹല്ലേലൂയ. എത്ര വലിയ ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകി തരിക്കുന്നത് അല്ലേ? ഒന്നുകൂടെ നോക്കിയേ, അടുത്ത് നോക്കിയേ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാട്ട് ഈസ് സാൽവേഷൻ? ജീസസ് ഈസ് അവർ സാൽവേഷൻ. വാട്ട് ഈസ് സാൽവേഷൻ? വാട്ട് ഈസ് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ? ജീസസ് ഈസ് അവർ സാൽവേഷൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അവനിലേക്ക് നോക്കുന്നവൻ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. He is the salvation. ഹല്ലേലൂയ. He is our redeemer. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കേ. ഹല്ലേലൂയ. He is our salvation. Next, we heard about word of God. അടുത്ത രണ്ട് ഒഫൻസീവ് വെപ്പൺസ് അല്ലേ? വേർഡ് ഓഫ് ഗോഡ്. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 1. ഓക്കെ, അതിൻ്റെ 14 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 1 വാക്യത്തിൽ ഇങ്ങനെ നാം വായിച്ചു,
ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ദർ വാസ് എ വേർഡ്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യത്തിൽ എന്താ ഒന്നുകൂടെ വായിച്ചേ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരായിരുന്നു? ജീസസ് ക്രൈസ്റ്റ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഒരേ ഒരു വചനം യേശു കർത്താവാ. ഹല്ലേലൂയ. Who is the word of God? Jesus Christ is the word of God. Hallelujah. കൃപയും സത്യവും നിറഞ്ഞവനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മുടെ അവന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്ത ബലിയായി കാൽവറി കുലത്തളത്തിൽ നമുക്ക് വേണ്ടി മരിച്ച അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയ ആ യേശുവിന്റെ സ്നേഹത്തെ ഇന്ന് എത്ര പേർക്ക് ഓർക്കുവാൻ കഴിയും? Hallelujah. He is our salvation. He is the word of God. Hallelujah. He is the word of God. Now take a look at the last one, prayer. John chapter 14 verse 13. Whatever you ask in the Jesus name, He is going to give it to you, right? Who is the center of our prayer? Jesus Christ is the center of our prayers. Jesus Christ is the center of our prayers. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. റോമാലേഖനം 13 റോമർ ചാപ്റ്റർ 13 വേഴ്സ് 14. Put on the Lord Jesus Christ. ഇതെല്ലാം ധരിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്തർത്ഥത്തിലാ? Put on the Lord Jesus Christ upon you. ഇതെല്ലാം ധരിക്കുക എന്ന് പറഞ്ഞാൽ 7 ആയുധങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നാം വായിച്ച ആദ്യ വേദഭാഗത്തിൽ പ്രസ്താവിച്ചിട്ട് റോമാലേഖനത്തിൽ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നാം ഇപ്പം വായിച്ച ഭാഗത്ത് നാം പറയുന്നത് ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. കാരണം എന്താ? ഈ ആയുധങ്ങളെല്ലാം എന്തുവാ? ക്രിസ്തുവാ അല്ലേ? നമ്മുടെ ഡിഫൻസ് ആരാ? ജീസസ് ക്രൈസ്റ്റ് ഈസ് യുവർ ഡിഫൻസ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് യുവർ ഒഫൻസ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് ഇൻ അവർ ലൈഫ്. He is our creator. He is our redeemer. Hallelujah. He is our salvation. He is the word of God. Hallelujah. He is everything in our life. Put on Jesus upon our life. ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. അപ്പോസ്തലൻ പൗലോസ് ഈ ആയുധങ്ങളെല്ലാം ധരിക്കാൻ പറഞ്ഞിട്ട് റോമാലേഖനത്തിൽ പറയുക ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. കാരണം ഈ ആയുധങ്ങളെല്ലാം കർത്താവാണ്, നമ്മുടെ കർത്താവാണ് ഈ ആയുധങ്ങളെല്ലാം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് ഒഫൻഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ എല്ലാം നമ്മുടെ കർത്താവാണ്. അല്ലേ? അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ നമ്മുടെ രക്ഷയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. ഹി ഈസ് അവർ Redeemer. Hallelujah. Let's put on Jesus in our life. May the God bless you with these words. Thank you. ഈ സഭയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ അവസരം. ആമേൻ.